ഹായ് ഓൾ, ഹിഡൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം KJ. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ UK-യിൽ 5 വർഷം ആകാറായി ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒക്കെ ഈ ILR അല്ലെങ്കിൽ PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാകാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ UK ILR അല്ലെങ്കിൽ PR സ്റ്റാറ്റസ് കിട്ടാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളുടെ UK ILR അല്ലെങ്കിൽ PR ആപ്ലിക്കേഷന് വേണ്ടിയത് എന്ന കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ഡോക്യുമെൻറ്റ്സിനെ നമുക്ക് ILR അല്ലെങ്കിൽ PR ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സിനെ 2 കാറ്റഗറി ആയിട്ടാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കോർ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. രണ്ടാമത്തേത് അഡീഷണൽ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ എന്തൊക്കെയാണ് കോർ ഡോക്യുമെൻറ്റ്സ് നമ്മളുടെ UK ILR അല്ലെങ്കിൽ PR ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കോർ ഡോക്യുമെൻറ്റ്സ്. ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. അപ്പോൾ അറിയാം, നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ പാസ്പോർട്ടാണ് നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. അതിനെ നമ്മൾ ട്രാവൽ ഡോക്യുമെൻ്റ് എന്നും പറയും. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പാസ്പോർട്ടാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. രണ്ടാമത്തേത് BRP അല്ലെങ്കിൽ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. ഇപ്പോൾ നമുക്കറിയാം, അതിന് പകരം നമ്മൾ വിസയിലോട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ BRP സബ്മിറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് വിസയുടെ ഷെയർ കോഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൻ്റെ പേജ് ഉണ്ട്, ആ പേജിൻ്റെ ഒരു പ്രിൻറ്റും നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ BRPയുടെ സെയിം എഫക്റ്റാണ് ഇപ്പോൾ ഷെയർ കോഡും നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിൻ്റെ പേജും കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേത് ലൈഫ് ഇൻ ദ UK ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള എല്ലാവരും ഈ പറയുന്ന ILR അല്ലെങ്കിൽ PR സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ പാസ്സാകേണ്ട ഒരു ടെസ്റ്റാണ് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. അപ്പം ഈ ടെസ്റ്റ് പാസ്സായിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നേരത്തെ അതിന് സർട്ടിഫിക്കറ്റ് ആയിരുന്നു, ഇപ്പോൾ അതിനൊരു യുണീക്ക് റെഫറൻസ് നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനിയും നാലാമത്തേത് നമ്മുടെ പ്രൂഫ് ഓഫ് കണ്ടിന്യൂസ് റെസിഡൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ 5 വർഷം ഇവിടെ സ്റ്റേ ചെയ്തതാണ്. നമ്മളിപ്പം ഈ സ്കിൽഡ് വർക്കർ വിസയിലാണെങ്കിൽ 5 വർഷം നമ്മൾ ആ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ILR അല്ലെങ്കിൽ PR കിട്ടുന്നത്. അപ്പം ഈ 5 വർഷം നമ്മൾ ഇവിടെ നിന്നതിൻ്റെ പ്രൂഫ്, നമ്മൾ എവിടെയൊക്കെയാണ് നിന്നത് എന്നുള്ള ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മുടെ റെസിഡൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം ഈ 5 വർഷത്തെ. അല്ല, നമ്മളുടെ റൂട്ട് ഇപ്പോൾ 10 വർഷത്തെ PRൻ്റെ റൂട്ടാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ നിന്നുള്ള 10 വർഷത്തെ PRൻ്റെ റൂട്ടാണെങ്കിൽ ഈ 10 വർഷത്തെയും നമ്മുടെ കണ്ടിന്യൂസ് റെസിഡൻസ് സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ UK-യിൽ വന്നു കഴിഞ്ഞ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പാസ്പോർട്ടും, എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചില പാസ്പോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആയി പോയതായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എക്സ്പയർ ആയി പോയ പാസ്പോർട്ട് നമ്മൾ UK-യിൽ 2 വർഷം ഉപയോഗിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള പാസ്പോർട്ടും നമ്മൾ കോർ ഡോക്യുമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ UK-യിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പാസ്പോർട്ടും അതിനകത്ത് വരും. ഇനിയും അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി കാണിക്കുന്ന ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ IELTS ആണ് കൂടുതലായിട്ടും അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ B1 ലെവലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതായത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഈ പറയുന്ന B1 ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോർ ഡോക്യുമെൻറ്റിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അഡീഷണൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഒന്നാമത് വരുന്നത് നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് കാണിക്കുന്ന എവിഡൻസ് ഓഫ് അവർ എംപ്ലോയ്മെൻറ്റ്. അത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതിനുള്ള എവിഡൻസ്. അതിൽ വരുന്നത് നമ്മളുടെ പേ സ്ലിപ്പ്, നമ്മളുടെ സാലറിയുടെ പേ സ്ലിപ്പ് നമുക്ക് കാണിക്കാം. അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിക്കാം, സാലറി വരുന്നത് കാണിക്കാം. ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ നമുക്ക് വെക്കാം. നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ കയ്യിൽ നിന്നും നമ്മൾ മേടിക്കുന്ന ഒരു ലെറ്റർ, നമ്മുടെ ലെറ്റർ ഹെഡിൽ നമ്മൾ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുവെന്നും നമ്മളുടെ സാലറി ഇത്രയാണെന്നും ഒക്കെ പറഞ്ഞ ഒരു സൈൻഡ് ആയിട്ടുള്ള ഒരു ലെറ്റർ ഹെഡിൽ, കമ്പനിയുടെ ലെറ്റർ ഹെഡിലെ ഒരു ലെറ്റർ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെയാണ് ആ പറയുന്ന എവിഡൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ എവിഡൻസ് കാണിക്കുക. ഇനിയും അടുത്ത അഡീഷണൽ ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസിൻ്റെ പ്രൂഫ് എന്ന് പറയാൻ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണിക്കാം. നമ്മളുടെ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം. കാരണം ചിലരൊക്കെ ഇവിടെ വീടൊക്കെ മേടിച്ചവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാവുന്നതാണ് നമ്മുടെ ഇൻകം അല്ലെങ്കിൽ ഫിനാൻസ് കാണിക്കാനായിട്ട്. ഇനിയും അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ അക്കോമഡേഷൻ്റെ ഇൻഫോർമേഷൻ. അതായത് നമ്മൾ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന എവിടാണോ, ഇപ്പോൾ താമസിക്കുന്ന ലിവ് ചെയ്യുന്ന എവിടാണോ അതിൻ്റെ ടെനൻസി എഗ്രിമെൻറ്റ് നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിക്കാം അക്കോമഡേഷൻ ഇൻഫോർമേഷനിൽ. ഇനിയും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ലിസ്റ്റ് ഓഫ് ആബ്സെൻസസ്. അതായത് നമ്മൾ യു കെയിൽ നിന്നും പുറത്തേക്ക് പോയി സമയങ്ങൾ, യു കെയിൽ ഇല്ലാതിരുന്ന സമയങ്ങളുടെ എല്ലാ പീരീഡിൻ്റെയും കാര്യങ്ങൾ വിശദമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സമയത്താണ് നമ്മൾ യു കെയിൽ നിന്നും പുറത്തു പോയത്, യു കെയിൽ ഇല്ലാതിരുന്നത് ഈ 5 വർഷക്കാലത്ത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ 5 വർഷമാണ് നമ്മൾ പീരീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 5 വർഷക്കാലത്ത് എപ്പോഴൊക്കെ നമ്മൾ യു കെയിൽ നിന്നും പുറത്തു പോയി, യു കെയിൽ ഇല്ലാതിരുന്ന ആബ്സെൻ്റ് ആയിരുന്ന സമയങ്ങൾ, ആ കാര്യങ്ങൾ നമ്മളവിടെ വിശദീകരിക്കണം. പിന്നെ നമ്മളുടെ ILR അല്ലെങ്കിൽ PR റൂട്ടിനനുസരിച്ച് മറ്റ് പല ഡോക്യുമെൻറ്റ്സും ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പൗസ് വിസയിൽ നിൽക്കുന്നവരാണ് 5 വർഷം കഴിഞ്ഞ് ILR അല്ലെങ്കിൽ PR മാറാനായിട്ടുള്ളതെങ്കിൽ അവർ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ജെനുവിൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ ചിൽഡ്രൻസിൻ്റെ ആണെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ പറയുന്ന UK PR അല്ലെങ്കിൽ ILR ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ 5 വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന എത്രയാണോ നമ്മളുടെ ക്വാളിഫയിങ് പീരീഡ്, അത്രയും വർഷം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി തന്നെ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന പേ സ്ലിപ്പുകളോ ടെനൻസിയുടെ കാര്യങ്ങളോ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസിഡൻസ് സ്റ്റാറ്റസോ ആബ്സെൻസോ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഒരു ടെസ്റ്റ് എഴുതി പാസ്സാകേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ്. അത് നമ്മൾ ഈ ഇവിടുത്തെ UK ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് 18 ഇയേഴ്സ് മുതൽ 65 ഇയേഴ്സ് വരെയുള്ള എല്ലാവരും എഴുതി പാസ്സാകുക തന്നെ വേണം. അതുപോലെ രണ്ടാമത്തേതാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി. ഇപ്പോഴത്തെ ഇത് റൂൾ വെച്ച് B1 ആണ് CFR ലെവൽ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ഒരു ടെസ്റ്റിൽ കൂടെ മാത്രമേ നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കല്ലാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ പാസ്സായിരിക്കണം, എങ്കിലേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ പറയുന്ന ഫീസൂടെ ആണ് നമ്മൾ ILR അല്ലെങ്കിൽ PR ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ റെഡിയാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എല്ലാവർക്കും തോന്നിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. എല്ലാവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.